ഹായ്, എന്താ പാട്? സുഖല്ലേ? ഏട്ടായി കോഫി. പണി തുടങ്ങി മക്കളെ, പണി തുടങ്ങി. എൻ്റെ ഏട്ടായി പണി തുടങ്ങി. അറിഞ്ഞില്ലേ? അറിയാത്തവരൊക്കെ ഉടനെ അറിയും. പിന്നെ നമ്മുടെ വേഷി സാജിദല്ലേ, ഓള് ശരിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പൊ ഓൾക്ക് പറഞ്ഞു കൊടുത്തിക്കുന്നതും ഓളറിഞ്ഞിക്കുന്നതും ഇവിടെ ഒരു വെഡിസലീന ഉണ്ട്. ഓളാണ് ഇവളങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ വെഡിസലീനയാണ് ഇത്ര ഇവൾക്ക് പറഞ്ഞു കൊടുത്തിക്കണേ എന്ന് ഓളെന്നെ ഈ സെലീന ഇന്നോട് പറഞ്ഞത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മുണ്ടിയ സമയത്ത്. പിന്നെ ഇപ്പൊ ഇന്ന് വേറെ ആരോടുത്തോ ഓള് പറഞ്ഞു കൊടുത്തരേ സെലീന അങ്ങനെ പറഞ്ഞു കൊടുത്തുക്കണു എന്നുള്ളത് പറഞ്ഞുകൊള്ളു. ഇനിയിപ്പൊ ഏത് വെടികൾ പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല. കാരണം പറയുന്നത് ആരാ? ഒന്ന് സാജിദി, ഒന്ന് ഫാത്തി. ഇത് രണ്ടും കണക്കാ. ഓലിക്ക് തെറി പറയാൻ മാത്രമേ അറിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. പിന്നെ ഫാത്തിയുടെ കാര്യം അത് നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാം. പിന്നെ ഫാത്തിയെ, എന്നോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? എൻ്റെ നാട്ടിൽ എനിക്ക് കുറച്ച് കമ്പനികളുണ്ട്. അതായത് ഓല അനിയന്മാരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എൻ്റെ കൂട്ടുകാരന്മാരെ അനിയനാ. ഓല വിളിച്ചോ ഓല് കാര്യങ്ങൾ പറഞ്ഞിരിക്കണു. അപ്പോൾ ഇനി ഇജും ഞാനും തമ്മില. ഈ അന്നെ കണ്ടിട്ടാണ് സ്വന്തം കെട്ടിയവനെ വരെ കൊലക്ക് കൊടുത്തിട്ട് സ്കാനറും വെച്ച് നടക്കുന്നത് പിരിവിന്. ഈ സാജിദ ഉണ്ടല്ലോ, റമദാൻ 1 അടുത്ത് വന്ന് മുണ്ടിയാറിനില്ലേ, അതിന്റെ കാര്യം ഇന്ന് ഞാൻ അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എന്റെ കിളി പോയി. ഇവളെന്താ ഉദ്ദേശം അറിയോ? റമദാൻ 1 ഇവൾക്ക് മനസ്സിലായി എന്ത്, ഇത് പിരിവിന്റെ മാസമാണ്. ഞാനിപ്പോ ഷെരീഫിനോടൊരു സോറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കിട്ടുന്നു. ഇവള് റമദാൻ അടുത്തോടു കൂടെ ഇവള് സ്വയം അങ്ങോട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പാവായതാ. എന്നിട്ട് വന്ന് മാപ്പ് പറിച്ചിട്ട് നോക്ക, റമദാനിന്റെ നേരെ തലേ ദിവസം ഒരു മഹരിബിക്ക് ശേഷം ഇവള് ഇന്നെ തെരഞ്ഞെടുക്കേണ്ട ഇത്രേ എങ്ങനെ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാപ്പ് പറച്ചിൽ അവിടെ നടന്നിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഓൾ ആ വീഡിയോ ഇട്ടു. റമദാനിക്ക് അത്യാവശ്യം ആളുകൾ ഓൾക്ക് പൈസ അയച്ചു കൊടുത്തു. ഓള് പഴയ സാജിദ ആവുകയും ചെയ്തു. പഴയ സാജിദ ആയിക്കോട്ടെ, എനിക്ക് സാജിദാനെ ഒതുങ്ങാത്ത ഒരു പ്രശ്നമില്ല. കാരണം എവിടെയും ഞാൻ പറയും, ഞാൻ തെളിയിച്ചതുമാണ്. 7 ആണുങ്ങളെ പിന്നാലെ ലോഡ്ജിൽ വെച്ചിട്ട് ഈ വേഷിനെ പിടിച്ചപ്പോ, ഈ പരവേഷിനെ പിടിച്ചപ്പോ ഓളെ വീഡിയോ എപ്പോഴും എന്റെ ഫോണിലുണ്ട്. തുണി അയച്ച് നാട്ടിലേക്ക് വീഡിയോ ഇട്ട് കൊടുത്ത വീഡിയോ എപ്പോഴും എന്റെ അടുത്തുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം വല്ലാഹി സത്യം, എന്റെ ഈ വണ്ടിയിൽ ഇരുന്നിട്ടാ ഞാൻ പറയുന്നത്. ഫാത്തിനെ തോൽപ്പിക്കാൻ പറയുന്നതല്ല ഷെരീഫ്, ഇജ് ബെറ്റ് വെച്ചോ. ഈ പറയുന്ന കാര്യം ഞാൻ നുണയെ പറയുന്ന വെച്ചെങ്കിൽ അന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. കാരണം ഇജിന്നെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരെ കുറിച്ചിട്ടോ അതല്ല എന്റെ വീട്ടുകാരുടെ ഫോട്ടോ ഇട്ടിട്ട് ഈ വിളിക്കുന്ന അനാവശ്യം, അത് നിനക്കും അറിയാം ഒരു കാര്യമില്ല എന്ന്. പിന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്കും അറിയാം ഇതിലൊരു കാര്യവും ഇല്ല എന്നുള്ളത്. കാരണം എനിക്ക് തെറി മാത്രമേ അറിയുള്ളൂ. എന്നാ ഈ ഷെരീഫിന്റെ കണ്ടുപിടുത്തം അത് ഇജൊന്ന് കേട്ടോ. എന്റെ പെങ്ങള് ഞാൻ എപ്പോഴും വെല്ലുവിളിക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യം നുണയാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഷെരീഫ് കണ്ട് ഡിലീറ്റ് ചെയ്ത് പോകും. മനസ്സിലായോ? അത്രക്ക് സത്യസന്ധമായ കാര്യമാണ്. അല്ലെന്ന് തെളിയിച്ചാൽ, അല്ല ഞാൻ ഈ പറഞ്ഞത് കളവാണെന്ന് തെളിയിച്ചാൽ ഷെരീഫ് യൂട്യൂബ് ചാനൽ നിർത്തിയാണ് പോകും. ആർക്കും ഈ വെല്ലുവിളി സ്വീകരിക്കാം. അത്രക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ പറയാൻ പോണത്. കാരണം എന്താ അറിയോ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, ഞാന് സാജിദയും ഫാത്തിരിയും മാരി തോൽപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയണമെന്നല്ല. ഈ ഫാത്തിയുടെ പെങ്ങളെ MDMുമായിട്ട് പോലീസ് പിടിച്ചിട്ട് ഓള് ഉള്ളിലായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ഇല്ലെന്ന് ഓനൊന്ന് തെളിയിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നുണയാണെന്ന് ഓനൊന്ന് തെളിയിക്കട്ടെ. ഞാൻ എനിക്കൊരു വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഓനെ തോൽപ്പിച്ച ഓന്റെ വീട്ടുകാരെ പറഞ്ഞതിന് പകരം ഞാൻ ഓനെ തോൽപ്പിക്കാൻ എന്തെങ്കിലും പറയല്ല. ഞാൻ ഈ വണ്ടിയുടെ അകത്തിരുന്നിട്ടാ പറയുന്നത്. ഷെരീഫ് നുണയല്ല പറയുന്നത്. ഒന്ന് തെളിയിക്കട്ടെ. യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിയാണ് പോകും. ഇവന്റെ പെങ്ങളെ MDMുമായിട്ട് പിടിച്ചു, ജയിലിലായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ആ കാരണത്തിന് അളിയൻ ഒഴിവാക്കി പോയി. അത് കഴിഞ്ഞിട്ട് ഇവളെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇവളിപ്പോ എവിടെ അറിയോ? എറണാകുളത്താ. ഇപ്പൊ ജാമ്യത്തിലൊക്കെ ഇറങ്ങിയിട്ട് എറണാകുളത്താണ്. ഇപ്പോ ഏതോ ഒരു ചങ്ങായിയുടെ പിന്നാലെ പഴച്ച് നടക്കുകയാണ് ഇവള്. ആരെ? ഈ ഫാത്തിയുടെ സ്വന്തം ചോര പെങ്ങളുടെ കാര്യം പറയണേ. ഷെരീഫ് നുണയല്ല. ഞാൻ ഈ വെല്ലുവിളി അല്ലെന്ന് തെളിയിച്ച 1 ലക്ഷം ഉറുപ്പിക ഞങ്ങൾക്ക് തരാം. യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് ഞാനവിടെ പോകാം. ഞാൻ നുണയല്ല പറയുന്നത്. കേട്ടോട്ടോ. അടുത്തത്, ഇവന്റെ വാപ്പ എത്ര പെണ്ണ് കെട്ടിയിരിക്കണോ അറിയോ? അതിലൊക്കെ എത്ര കുട്ടികൾ ഉണ്ടെന്ന് അറിയോ? ഇല്ലെന്നൊന്ന് തെളിയിക്കട്ടെ. ഷെരീഫ് തെളിയിച്ചാലാ. ഇത് ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നുണയെന്ന് നിങ്ങൾക്ക് ആർക്കും എവിടെ വേണമെങ്കിലും വന്ന് തെളിയിക്കാം. ഷെരീഫ് റെഡിയാണ്. ഈ കാളികാവില് ഉള്ള ആർക്കും ചോദിക്കാം. പക്ഷെ ഇവന്റെ ഒരു അളിയുണ്ട് കേട്ടോ. സത്യം പറയാലോ,
ഞാൻ നെട്ടി. അതായത് ഞങ്ങള് കുറച്ച് മുമ്പത്തെ പരിചയമാണ്. ആരെ ഇവന്റെ ചെറിയ അളിയനും ഞാനും തമ്മില്. അവന്റെ പേര് ജംഷീന. ഈ ജംഷി ഉണ്ടല്ലോ, ഇവന്റെ 2 സ്റ്റിച്ച് ഉണ്ട് ഇവന്റെ മുഖത്ത്, ചുണ്ടുമ്മേ. ഈ ജംഷി ഇടിച്ച് ചുണ്ടിന് മുറിച്ച് കളഞ്ഞതാ. എന്തിനാ അറിയോ? ഇവന്റെ നാക്ക് ശരിയല്ലായിട്ട്. ഇവൻ ഉള്ളിലേക്ക് ഓടിയിരിക്കണു. ഈ ജംഷിനെ പേടിച്ചിട്ട് ഇറങ്ങാതെ മണിക്കൂറുകളോളം ഇപ്പം പെരയുടെ പുറത്തേക്ക് വാതില് തുറക്കാതെ ഇരുന്ന ചരിത്രമുണ്ട്. നോണയല്ല പറയുന്നത്. ഞാൻ ഈ ജംഷിനെ കൊണ്ട് വേണമെങ്കിൽ ഞാൻ പറയിപ്പിച്ച ഞാൻ ഏത് നട്ടപ്പായിലാക്കി വിളിച്ചാലും എടുക്കും. ഞാനും ഓനും തമ്മിൽ ആ ബന്ധം, മനസ്സിലായോ? ഞാൻ ഓനോട് അത് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞറിയോ? എൻ്റെ അളിയനിക്കുള്ള ഒരു കട്ടിൽ ഷെരീഫ് മാറ്റി വെക്കും കേട്ടോ, അതിലൊരു തർക്കമല്ലാന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ? ഇന്റെ കഴിഞ്ഞ എനക്ക് ബാക്കി കിട്ടുകയാണെങ്കിൽ ഇജെടുത്തോ, പക്ഷെ ജംഷി ആയിരിക്കും ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ ഇജെടുത്തോ എന്നാ എന്നോട് പറഞ്ഞത്, മനസ്സിലായോ? ഈ ജംഷിനെ എനിക്ക് മരണ പേടിയാ. കാരണം എന്താ വെച്ചാൽ ആൺകുട്ടിയാണ്, പൂസെന്ന് പറഞ്ഞാൽ പൂസും, നല്ല കിട്ടലും കിട്ടും. ഈ ജംഷി ഇല്ലേ, ഈ ജംഷി ഇവന്റെ ഏറ്റവും ചെറിയ അനിയത്തിനെ പ്രേമിച്ചിട്ടാ കെട്ടിയിരിക്കണത്. ആ കെട്ടിയിട്ട് അന്നിറങ്ങിയതാണ് ആ പെണ്ണാ പെരയിന്ന്, മനസ്സിലായോ? പിന്നെ ആ പെരയ്ക്ക് കയറിയിട്ടില്ല. ഇവന്റെ വാപ്പ ഇവന്റെ ഡബിള് നാറിയാണ്. എങ്ങനെ? ഒരു പെണ്ണിനും വെറുതെ വിടൂല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇവന്റെ വാപ്പ. പിന്നെ അതിലുണ്ടായ ഇവൻ ഇത്രയൊക്കെ ഗുണം കാണിച്ചാൽ പോരെ. അപ്പോ ഇത് എന്നെ കുറിച്ച് പറഞ്ഞ കഥകൾ മാതിരിയല്ല. എങ്ങനെ? എന്തും വിളിച്ച് പറഞ്ഞ് തോൽപ്പിക്കുക എന്നുള്ളതല്ല. ഈ പറഞ്ഞത് ഞാൻ ഉറച്ചു നിൽക്കുന്ന കാര്യമാണ്. ഇത്രക്ക് സത്യമായത് കൊണ്ട് മാത്രമാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്ക് ആരോടും ചോദിക്കാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണ്. ഈ ഫാത്തി നാട്ടിലേക്ക് ഒരിക്കലും വരൂല. വന്നാ എന്താ അറിയോ? ഈ ജംഷി എന്ന് പറയുന്നില്ലേ ഓന്റെ അളിയ, ഓന് തച്ചാണ് കൊല്ലുവനെ. ഓനെ മരണ പേടിയാ. ഓനെ ഇവനിക്ക് കുറച്ച് പേടിയുള്ളൂ. ഇവൻ മൊത്തത്തിൽ നാട്ടുകാരിൽ നിന്ന് അടി വാങ്ങുന്ന ആളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫാസിൽ ചന്തക്കുന്ന് എന്റെ കൂട്ടുകാരനാ. ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. ഈ ഫാസിൽ ചന്തക്കുന്ന് ആരാന്ന് ഇവനിക്ക് ശരിക്കും അറിയും, മനസ്സിലായോ? പറഞ്ഞ മാതിരി ഓനാണ് ചെയ്യും. ആൺകുട്ടിയാണ് ഈ ഫാസില്. എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഈ വിവരം എന്നെ അറിയിച്ചില്ല എന്നുള്ളത്, മനസ്സിലായോ? അപ്പൊ പിന്നെ ഞാൻ ഈ ബാക്കി ഒന്നും പറയണ്ടല്ലോ ഫാത്തിയെ. നീ സംശയം ഉണ്ടെങ്കിൽ ഓനോട് തന്നെ വിളിച്ച് ചോദിക്കും. പിന്നെ ഞാൻ ഈ എന്റെ അളിയൻ ജംഷിയുടെ കാര്യം പറഞ്ഞില്ലേ, ഏത് ഇജൊന്ന് ആണാണെന്നുണ്ടെങ്കിൽ എന്നാ ഇജിപ്പൊ എന്നോട് പറഞ്ഞ മാതിരത്തെ ഒരു വെല്ലുവിളി, ഇന്ന ജംഷി അങ്ങനെ കാട്ടിയിട്ടില്ല ഇങ്ങനെ കാട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇജൊന്ന് വിളിച്ചു പറഞ്ഞ, ഒന്നുമില്ല. എന്റെ ആണത്തെ ഞാനൊന്ന് നോക്കട്ടെ, ഇജൊന്ന് വിളിച്ചു പറഞ്ഞ. അനക്കൊരു തോന്നലുണ്ട്, ഇജ്ജ് അവിടെ ഇരുന്നാൽ അവിടെ വെച്ചാൽ ഞാൻ പൂട്ടും, ഇജ്ജ് വെയിറ്റ് ചെയ്യേ, മനസ്സിലായോ? അപ്പൊ പിന്നെ ഈ തീട്ടായും പോയി കഴിഞ്ഞാ പിന്നെ സാജിദ മാത്രം ആയി. പഴയ സാജിദ ആണ്ടാവും. കാരണം എന്താ അറിയോ? അന്റെ ബലത്തിലാണ് ഓള് കളിക്കണത്. ഇപ്പോ അന്റെ ബലം എന്താന്നുള്ളത് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അത് ഇനി സാജിദാക്കൊന്നാണ് വിളിച്ചു പറഞ്ഞു കൊടുത്തളാ കേട്ടോ. വിശേഷം ഇജന്നെ പറഞ്ഞാൽ മതി. കാരണം എന്താ അറിയോ, അങ്ങനത്തെ ഒരു ചർച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് അക്കാര്യം മുഴുവതിൽ പറയാൻ പറ്റൂല. പക്ഷെ എൻ്റെ പെങ്ങളെ കാര്യത്തിലും എൻ്റെ വാപ്പാടെ കാര്യത്തിലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? പിന്നെ ജിന്റെ പെങ്ങന്മാരി മറ്റമ്മാനെയൊക്കെ പറഞ്ഞതിനുള്ളത് ഇവിടെ എനക്ക് കിട്ടാണ്ട് UAE എനക്ക് കിട്ടാണ്ട് അത് ഇജൊന്ന് ഏറ്റുവാങ്ങണം കേട്ടോ. ഇജ് ഉടനെ നാട്ടിലെത്തും, അക്കാര്യം എനിക്കറിയോ. ഇജ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ബില്ലും അയച്ചു കൊടുത്തിട്ട് ഈ മൊയന്ത് വേശി സാജിദാനെ പറ്റിച്ചിട്ട് ഇവ എന്താ പറഞ്ഞിരിക്കണ, ഇത് വിസയാണെന്ന്. കോളേജ് അവിടുത്തെ ബക്കാലത്തെ ഒരു എന്താ പറയാ അറബി എഴുതിയ ഒരു ബില്ല് അയച്ചു കൊടുത്തിട്ട് ഇത് അനക്കുള്ള വിസയാണ്, എന്റെ മക്കൾക്കുള്ള വിസയാണ്, ജോൻ എന്താച്ചാ പറഞ്ഞോ അന്നെ ഏട്ടായി നോക്കുന്നു പറഞ്ഞിട്ട് ആ ധൈര്യത്തിൽ കളിച്ചിറങ്ങിയതാ ഇവള്. ഇവൾക്ക് ഇനി ഏട്ടായി എത്ര ദിവസം ഉണ്ടാവും നമുക്കൊന്ന് കാണാം കേട്ടോ. പിന്നെ ഈ വേശിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, സാജിദയുടെ കാര്യം പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ്. അതും ഞാൻ എവിടെയും തെളിയിക്കാൻ റെഡിയാണ്. എന്താ അറിയോ, ഇവളുടെ അഴിഞ്ഞാട്ടം ആട്ടവും കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു സമൂസ വാങ്ങിക്കൊടുത്തതാ ഒരു മഹാപാവം. 50,000 റുപ്യക്ക് സെറ്റിൽമെന്റ് ചെയ്തത് ഇവള് ട്രാപ്പ് പെടുത്തിയത്. ആ ഷറഫലിയുടെ കാര്യം എത്ര പൈസ ചെറുക്കൻ്റെ പോയി. പിന്നെ വേറെ ഒരുത്തണ്ട്, ഓന്റെ പേര് പറയരുതെന്ന് പറഞ്ഞതാ, ഓന്റെ അടുത്ത് 2-2.5 ലക്ഷം റുപ്യ. അതിന്റെ അടിയിൽ കൂടെയാണ് ഞാൻ ഇതൊക്കെ പൊളിച്ചടിക്കുക. എല്ലാ ഭാഗത്തു നിന്നുള്ള വരവാണ് നിന്നപ്പോ ഓൾക്ക് തോന്നി ഇനി ഇവന്റെ കാല് പിടിച്ചാലേ നടക്കൂന്ന്. അങ്ങനെ വന്നോള് കാലും പിടിച്ചു അല്ലേ. എന്നിട്ട് ആ ഓളാണ് ഇപ്പോ ഈ തീട്ടായിനെയും കണ്ടിട്ട് പുരക്കിറങ്ങിയിരിക്കണം. തീട്ടായിക്ക് ആകെ അറിയാന്തള്ളൂന്ന് അറിയോ, ഒരു വെൽഡിങ്ങേര് വെക്കണ ഒരു കണ്ണടി ഉണ്ട്, വല്ല കരിങ്കുരങ്ങ രസായനം ഉണ്ടാക്കാം ഓനെ വെച്ചിട്ട്. അറിയോ, ഓനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ എന്താ പറഞ്ഞ അറിയോ, ഈ ഫാത്തിനെ കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോ തന്നെ പറയണ എന്താ അറിയോ,
ഇത് സ്കൂൾ ജീവിതം തൊട്ടിട്ടേ അടി വാങ്ങിക്കൊണ്ടാത്തത്. ഏത് വരുന്നോലും പോണോലും ഒക്കെ ഇതിനെ തച്ചും കൊണ്ടാത്തത്. അപ്പൊ ഈ നാക്കുകാരനാണ്. അപ്പൊ ഈ ക്യാമറ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ആരൻ എന്ത് തെറി പറഞ്ഞാലും ഇതൊന്നും ഇവന്റെ മേത്ത് ഏൽക്കൂല എന്നുള്ളൊരു വിചാരമാണ് ഇവന്റെ. അത് ഓനിക്ക് ഉടനെ മനസ്സിലാവും. എന്തായാലും ആ സുമിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ മക്കള് നാട്ടിലേക്ക് ഉടനെ എത്തും ഇൻഷാ അല്ലാഹ്. കാരണം അതിനുള്ള പണിയെല്ലാം ഒരുക്കിയിരിക്കണം കേട്ടോ. അപ്പൊ പിന്നെ സാജിദ തീട്ടായിയുടെ കാര്യം ഏറെക്കുറെ ഞങ്ങള് തീരുമാനമാക്കിയിരിക്കണു. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഉള്ള വിരിവും പോയി വീണ്ടും ശശിയാകേണ്ട അടുത്തേക്ക് അടി വേശി എന്റെ ഒക്കെ യോഗം ഒന്ന് ആലോചിച്ചോക്കെ. 5 മക്കളെ എത്തീമാന്ന് പറയിപ്പിച്ചാൻ വേണ്ടി സ്വന്തം കെട്ടിയനെ കൊന്നോളാം ലേഡീസ് അല്ലേ? ഇവിടെ നിന്നിട്ടൊരു വീഡിയോ ഇട്ടുകൂടെ, എന്ത് ഓളെ ഭർത്താവിന്റെ ഏട്ടനോട് ചോദിക്ക ഞങ്ങൾ ആരും അവളോട് മുണ്ടൂലാന്ന്. അല്ലാതെ ഇവളോട് ആരും മുണ്ടൂല എന്നല്ല. എങ്ങനെ ഇവള് ഓരോട് ആരും മുണ്ടൂല, ഓലൊക്കെ മോശമാണ്. ഇവള് നല്ല ഓളാ, പാത്തി നല്ല ഓളാ. എന്നാ ഒരു കുടുംബം ഉണ്ടോ, കൂട്ടുണ്ടോ, അയലൊക്കെക്കാരുണ്ടോ, ആരെങ്കിലും ഉണ്ടോ? ഓനിക്ക് മറ്റേ ഒരു 2 ഉണ്ട്, ഇവൾക്കൊരു 5 ഉണ്ട്. ഇവറ്റനെ പേറിയിട്ട് റീച്ചും ഉണ്ടാക്കിയിട്ട് ഇവല് നടക്കുക, 2 ഒറ്റ അച്ചില് വാർത്തത്. എന്നിട്ട് ഓലാണിപ്പോ ഇന്നെ കുറിച്ചിട്ടും ഇന്റെ കുടുംബത്തിനെ കുറിച്ചിട്ടും പറയാൻ ഇറങ്ങിയിരിക്കണം. വായി തോന്നുന്നത് കോതക്ക് പാട്ടാണെന്നുള്ളതില്ലേ, അതെന്റെ തോന്നലാ, അതെനിക്ക് തിരിയും. പിന്നെ ഈ വേശിക്ക് വേണ്ടിയിട്ടാണ് ഇജ് രംഗത്ത് ഇറങ്ങിയിരിക്കണെച്ചെങ്കില് പാത്തിയെ ഇജ് തീർന്നു, അൻ്റെത് കഴിഞ്ഞു കേട്ടോ. ഇത് കെടാൻ പോണ തീയ, അത് ആളിക്കത്തുന്നത് നോക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ഈ സാജിദയുടെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ അന്നും ഇന്നും എപ്പോഴും എവിടെയും ഞാൻ ഉറച്ചു നിൽക്കുന്നതാണ്. ഇവള് പരവേശിയാണ്. ഇവള് കൊടുത്ത വീഡിയോസുകളും ഇവള് തുണിയും കോണോനും ഇല്ലാത്ത പാട്ട് പാടിയിട്ട് അയച്ചു കൊടുത്ത വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഓൾക്കും അയച്ചു കൊടുത്തിട്ട് ഓളെ ബോധിപ്പിച്ചതാണ്. ഓൾ ഒരിക്കലും അതില്ലാന്ന് നിഷേധിക്കണില്ലല്ലോ. അതെന്തുകൊണ്ടറിയോ? ഓളത് ചെയ്തിക്കണു. എന്നിട്ട് ഓള് പറയാണ് ബാക്കിയുള്ളവരൊക്കെ മോശം, ഓള് ഭയങ്കര നല്ലോളു. അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ സുഖാണ്, അതിന്റെ മക്കളെ എന്തൊക്കെയാ വാർത്ത. ഇതാണ് ഓളത്. എങ്ങനെ വിസ്മി എല്ലിയിട്ട് കള്ളു കുടിച്ച് അറിയണത്. ഈ വേശിക്കൊക്കെ എന്ന് തിരിയുള്ളൂന്നറിയോ? ഈ 5 മക്കള് വലുതാകണം. അങ്ങനെ വലുതായി കഴിഞ്ഞിട്ട് അന്ന് ഈ മക്കള് മനസ്സിലാക്കണം പോലെ തള്ള പെരുംവേശിയായിരുന്നു. അതായത് എത്ര ആളുകളുടെ കൂടെ കടന്നിക്കണു എന്നുള്ളതിന് ഒരു നിശ്ചയമോ ഇല്ല എന്നുള്ളത് ഈ മക്കള് മനസ്സിലാക്കണം. അന്ന് ഇവളെ ചവിട്ടി പുറത്താക്കും. ഇപ്പൊ തന്നെ ചോരി നീരുക, ആകെ ഒരു തൊലിയേ ഉള്ളൂ. മുഖത്തും മൂട്ടിലും കുറെ ക്രീമും തേച്ചിട്ട് ഓളിങ്ങനെ നടക്കുക നാട്ടുകാരെ ഓമ്പിച്ച. അതുകൊണ്ട് മോളെ സാജിദാ, ഇത് ഞമ്മക്കൊന്നും ഏൽക്കൂല. അതെന്റെ തീട്ടായി ഫാത്തിനോടും ഒന്ന് പറഞ്ഞോളാ. കാരണം എന്താ അറിയോ, ഇപ്പൊ ഫാത്തി ചെയ്തില്ല പണി, അതെങ്ങനെ കൊടുക്കണം എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും താവത്തില്ലടാ, തെറിയല്ലേ, അത് നിങ്ങൾ രണ്ടാളും പറഞ്ഞോളി. ഞാൻ ആലോചിക്കണ അതല്ലേ, ഒരു 10 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങുക, എന്നിട്ട് അതിന്റെ നടുക്ക് ഒരു പെര വെക്കുക, എന്നിട്ട് ഇവളെ രണ്ടാളിനെ കെട്ടിക്കുക. കാരണം അയലോക്കാരൊന്നും പാടില്ല. കാരണം ഓറ്റ കടന്നുറങ്ങിക്കോട്ടെ, ഓറ്റക്കുണ്ടാവില്ലേ മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം എന്നുള്ളത്. അങ്ങനെ ഈ 10 ഏക്കറിന്റെ അടിയിൽ ഇവൾക്കൊരു പെരയും വെച്ചുകൊടുത്തിട്ട് ഇവർക്ക് തമ്മിലൊരു കുട്ടി ഉണ്ടാകണം. ആ കുട്ടി ലേബർ റൂമെന്ന് വരിക എങ്ങനെയാക്കാരെന്നറിയോ? അതിന്റെ മനെ പറഞ്ഞിട്ട് ലൈവും പിടിച്ചിട്ടാക്കാറ്. കാരണം ഇവലെ രണ്ടാളെയും കുട്ടിയല്ലേ, ഇവറ്റക്ക് തന്തിയില്ല തള്ളിയില്ല. പിന്നെ ഓനിക്ക് കുറെ വേശിപ്പെണ്ണുങ്ങളായിട്ട് ഓനിക്ക് ബന്ധം, ഇവൾക്ക് കുറെ കിളവന്മാരുമായിട്ട്. ഇവളപ്പം മെയിൻ ടാർഗറ്റ് ആരാ അറിയോ? വയസ്സായ ആളുകള്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തില്ല ഫിനിഷിംഗ് ഒന്നും വേറെ എവിടെയില്ലേ. അതുകൊണ്ട് എന്താ ചെറുക്കന്മാർക്കൊന്നും ഇവളെ വേണ്ട. ഇവള് മറ്റേത് മുമ്പൊക്കെ പറ്റിച്ചിരുന്നത് ഈ ചെറുക്കന്മാരായിരുന്നു. അത് ഈ ഷർഫലിന്റെ മറ്റോന്റെയൊക്കെ കാര്യത്തില് മൊത്തം കജ്ജിന്ന് പോയി. അതുകൊണ്ട് ചെറുക്കന്മാരും അടുക്കണില്ല. ഇപ്പൊ കുറെ ചുക്കി ചൊളിഞ്ഞ പെൻഷൻ വാങ്ങുന്ന തന്താരില്ലേ, ഈ തന്താരെ ഇവള് പിടിച്ചിക്കണ്. എന്നിട്ട് ഇവറ്റക്ക് കിട്ടുന്ന ഒരു മാസത്തെ 1600-2000 രൂപയുടെ പെൻഷൻ അത് ഇവളെ അടിച്ചു മാറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവളെ ജീവിതം. ഈ വേശ്യൊന്നും ഒതുങ്ങിയിരുന്നെങ്കിൽ ആ ചെങ്ങായി ഇന്ന് ഈ ദുനിയാവിലുണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ആ മഹാഭാവം കരഞ്ഞ് കാല് പിടിച്ചതാ ഇജ്ജ് പോകരുതേന്ന്. 7 ആളെ പിന്നാലെ റൂമിൽ നിന്ന് പിടിച്ചിട്ട് ഈ ചെങ്ങായിയാണ് പോയി ഇറക്കി കൊടുന്നിട്ടും ഈ 5 മക്കളെ കാര്യത്തില് അവന് പിന്നീ ക്ഷമിച്ചാ റെഡിയായിരുന്നു. പക്ഷെ ഇവളെന്ത് ചെയ്തറിയോ? നിങ്ങൾ നോക്കിക്കോളിയും കുട്ടിനെ, ഞാനൊന്നും നോക്കൂല, എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് ഇവള് ഷൂട്ടിങ്ങിന് പോകുന്നു. ഓളമ്മ പറഞ്ഞ വോയിസിൽ നിങ്ങൾ കേട്ടില്ലേ? ഇവള് പോയ 4-5 ദിവസം 10 ദിവസം കഴിഞ്ഞിട്ടാ വരിക. ഈ ചെങ്ങായി പണിക്കും പോകാൻ പറ്റാതെ ഈ 5 മക്കളെയും നോക്കിയും കൊണ്ടിരിക്കുക. അങ്ങനെ ഇവളുടെ പോക്കൊന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ആ ചെങ്ങായി സ്വന്തം ജീവിതമാണ് കളഞ്ഞത്. അറിയോ നിങ്ങൾക്ക്? ആ ഓളയാണ് പലരും ഒലിപ്പിച്ചത്. ആ ചെങ്ങായിക്ക് ജീവിക്കാൻ പോതില്ലേ. എന്നിട്ട് ഇവൾ ഒതുങ്ങി. ആ ചെങ്ങായി മരിച്ചിട്ട് ഇല്ല. ഇവള് 3-ാമത്തെ ദിവസം കണ്ണൂക്കിന്റെ അലുവിയും തിന്നിട്ട് ഓള് വീണ്ടും ചെന്നു. എന്തിന്? അടുത്ത എരനെ പിടിച്ചിട്ട്. ഇവളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഹണി ട്രാപ്പാണ്. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കന്മാർക്ക് അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഓളതൊക്കെ കാണിച്ചു കൊടുക്കുക. ചെറുക്കന്മാരും ഇത് കണ്ടിട്ട് ഓലും അങ്ങോട്ട് അയച്ച് കാണിച്ചു കൊടുക്കുക. അവസാനം ഇവളിത് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓൽക്കണ്ട് വിട്ടുകൊടുത്തിട്ട് ഇത്ര ലക്ഷം വേണം, എന്നാലേ
പിന്നെ ഞാനിത് ഡിലീറ്റ് ചെയ്യുള്ളൂ, അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും, എൻ്റെ മറ്റേ ഇബലിക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഈ മഹാപാവങ്ങൾ നയിച്ചുണ്ടാക്കുന്ന കായ് മുഴുവൻ ഇവള് തിന്നുന്നുണ്ട്. അതിന് പുറമെ ഈ സ്കാനറിൽ, യൂട്യൂബിലെ ഒരു സ്കാനർ, ഇൻസ്റ്റാഗ്രാമിലെ ഒരു സ്കാനർ, ഫേസ്ബുക്കിലെ ഒരു സ്കാനർ, ഈ നാറി കാരനാണ് ചങ്ങായി മരിച്ചിക്കണ്. എന്നിട്ടും ഇന്റെ 5 മക്കളെ എത്തിയുമാ എന്താ ഞാൻ ജീവിച്ചാൻ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ആ പിരിവുണ്ടാക്കുക. ഇവളെ മെയിൻ പരിപാടി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 മക്കളെ കാട്ടിട്ട് എവിടെ വാടകയ്ക്ക് പാർക്കണു വെച്ചെങ്കിൽ അവിടുത്തെ പലർക്ക് വീഡിയോക്കാരനോട് പിന്നെ ഞങ്ങൾ തിരട്ടില് മറ്റേ ഇങ്ങനെ പൈസ വരാണ്ട അങ്ങനെ പൈസ വരാണ്ടാറ്, എന്നിട്ട് ഒരു 10-15,000 ഉറുപ്പി ചെറിയ ഒരു പെട്ടിക്കടയിൽ ആകെ ആ സാധനം ഉണ്ടാവുള്ളൂ. അത് മുഴുവൻ കടം വാങ്ങി നക്കിയിട്ട് ഓള അവിടുന്ന് പെരമാറി പോവുക. ഇങ്ങനെ എത്ര മഹാപാവങ്ങളെ ഈ നാറി പറ്റിച്ചുകൊണ്ട് അറിയോ? ഈ ഇവളാണ് ഇന്റെ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കണത്. നിങ്ങളൊന്ന് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഞാൻ എന്റെ സ്വന്തം നാട്ടിലാണ് നിൽക്കുന്നത്, ഞാൻ എന്റെ സ്വന്തം കുടുംബത്തിനാ രാവിലെ ഇറങ്ങി വരുന്നത്. ഇജ് എവിടുന്നടി വേശ്യ വരുന്നു? ഒന്ന് പറഞ്ഞ എന്റെ വ്യഭിചാരം സഹിക്കാനിട്ട് ആ ചങ്ങായി പോയി. അതിനുശേഷം കുടുംബങ്ങൾ പുറത്താക്കി, നാട്ടുകാര് പുറത്താക്കി, മഹല്ല് പുറത്താക്കി, പോലീസുകാരെ മറ്റേ ചന്ദനക്കേസെന്നും പറഞ്ഞിട്ട് മറ്റേ അവിടുന്ന് മാറ്റി വിട്ടു. അല്ലേ? എന്തുമാത്രം ക്വാളിറ്റികളാണ് എനക്ക്. ആ ഇജ്ജാണ് ഈ മറ്റേ വെടിസലീനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ജിന്നളക്കാൻ വന്നിക്കണത്. പിന്നെ ആകെയുള്ള സമാധാനം എന്താ അറിയോ? എനിക്കും എന്റെ വീട്ടുകാർക്കൊക്കെ പറയുന്നത് ഇജും എന്റെ തീട്ടായി ഫാത്തിയാണ്. അതുകൊണ്ട് അത് രണ്ടും നാട്ടുകാര് വില മുക്കെടുക്കൂല, മനസ്സിലായോ? അപ്പൊ ആ ഗണത്തിൽ ഞങ്ങൾ പെടുത്തി. പക്ഷെ ഫാത്തിയെ ഇത് അങ്ങനെ ആ ഗണത്തിൽ ഞാൻ പെടുത്തൂല. ഇത് പെടുത്താത്ത എന്താ അറിയോ? നീ കളിച്ചിക്കണത് ചില്ലറ കളിയല്ല, അതിന്റെ ഗൗരവം എനക്ക് ഉടനെ മനസ്സിലാവും. ഇനി വീഡിയോ ഇടൂല, അത് ലാസ്റ്റ് വീഡിയോ ഞാൻ അടങ്ങി ഇന്നടക്കാനൊന്നും ഇജ്ജോ എന്റെ വാപ്പയായിട്ടില്ല. അറിയണക്ക് കാര്യമായിട്ട് പറയണേ, അറിയണക്ക് ഇജി വെടിസാജിതാടെ കാര്യവും പറഞ്ഞിട്ട് ഇജിന്റെ വീട്ടുകാരെ തെറി വിളിച്ച ഞാൻ അങ്ങോട്ട് വിറക്കുന്ന് വിചാരിച്ചോ? അതെങ്ങനെ ഡീൽ ചെയ്യണം, ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നല്ല പോലെ എനിക്കറിയാം. അത് ഞാൻ ചെയ്യും, ഇജ് കാണുകയും ചെയ്യും. ഇജ് ബെറ്റ് വെച്ചോ, ഇജ് പറയുന്ന ടൈം, ഇജ് പറയുന്ന ഡേറ്റ് ആണിന് ഇജ് ഉണ്ടായവനാണെങ്കിൽ ശരി. അല്ല സോറി, അതല്ലാന്ന് തെളിയിച്ചല്ലോ അല്ലേ? എൻ്റെ പാക്ക് എത്ര പെണ്ണുങ്ങളാ, എത്ര മക്കളാ? ഞാൻ നുണയാണോ പറയണത്? അപ്പൊ അതുകൊണ്ട് അത് വിട്. ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഡയലോഗ് അടിച്ചോന്നല്ലേ ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരാം. ഇജ് പറഞ്ഞോ ഡേറ്റും ടൈമും, ഷെരീഫ് അങ്ങോട്ട് വരാം കാളികാവുക്ക്. ധൈര്യം ഉണ്ടോ എനക്ക്? ഇങ്ങോട്ട് എന്നെ തരലൊന്നും വരണ്ട. എൻ്റെ അളിയല്ലേ ജംഷി, ഓന് 10-23 കേസ് ഓന്റെ പേരിലുണ്ട്. അത് ആണുങ്ങളെ കേസാട്ടോ, അടിപിടി കേസാണ്. അതിലൊന്നും ഞാൻ കുറ്റം പറയില്ല. ആ ഓനോട് ചോദിക്കുന്നെ കേട്ടോ. അനക്ക് ഓനെ തന്നെ പേടിയല്ലേ അല്ലേ? പിന്നെ ഇജ്ജ് എങ്ങനെ എന്റെ മുന്നിലേക്ക് വരിക? ഇജ്ജ് ചിന്തിച്ചുകൂടോ? ആ ജംഷി എന്നോട് പറയണേ എന്താറിയോ? ഇന്റെ കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ എനക്ക് വിട്ടുതരാം, അല്ലാതെ ജോനെ പ്രതീക്ഷിക്കണ്ടെന്നാ പറഞ്ഞേക്കണേ. അറിയോ? അക്കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇജ്ജ് ജംഷിനെ വിളി, അതായത് എന്റെ ചെറിയ അളിയനെ. എന്നിട്ട് ഇജ്ജ് കോൾ ചെയ്തിട്ട് ഷെരീഫ് ഇങ്ങനെയൊക്കെ പറഞ്ഞിക്കണു വീഡിയോയില്, സത്യമാണോ എന്നൊന്ന് ചോദിച്ചാ വെല്ലു വിളിക്കുന്നു. ഞാൻ വെല്ലു വിളിക്കുന്നു. ചെയ്യടാ, ആണാണേ ചെയ്യാൻ്റെ അളി എനിക്ക് ജംഷിക്ക് ഒന്ന് വിളിച്ച്. ഞാൻ വിളിക്കണതാണ് എനക്ക് ഈ നേരം ഇത്ര ആകുകൊണ്ട്. സമയം ഇപ്പൊ എത്രയായി? 1:18, രാത്രി 1:18 ഞാൻ ഈ വീഡിയോ ചെയ്യണേ. ഞാൻ ഒരു വൈക്ക് പോയിട്ട് വന്നിക്കുക. അപ്പൊ അങ്ങനെ തന്നെ വണ്ടിയിൽ ഇരുന്ന് ചെയ്യുക. അപ്പോ ധൈര്യം ഉണ്ടോ എനക്ക് ഏറ്റെടുക്കാം? എന്നാ ജിന്റെ ആരനെങ്കിലും വിളിച്ചിട്ട് ജിന്നെ അങ്ങനെ ഒന്ന് പറയിപ്പിച്ച അതിന് എനിക്ക് ഗഡ്സുണ്ടോ? ഇല്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയ കടന്നിട്ട് കളകളകളകളെന്ന് പറയുന്നതല്ല ആണത്തം. ആണുങ്ങളോട് കളിക്കുമ്പോ റൗണ്ട് വരച്ചിട്ട് അതിൽ നിന്ന് അടിക്കാം, ധൈര്യം ഉണ്ടോന്നാ ചോദിക്കുക. അതാണ് ആണത്തം. അല്ലാതെ ഒരു വേശിക്കും വേണ്ടിയിട്ട് സ്വന്തം പെണ്ണുങ്ങളെ അങ്ങനെ ദിനം മറ്റുള്ളവർക്ക് ഈ നാറില്ലേ. ഇവന്റെ ക്വാളിറ്റി കേട്ടോ. ഇവന് മറ്റേ നാട്ടിലുള്ള സമയത്ത് ഇവന്റെ വൈഫ് ഡ്രസ്സ് മാറ്റുന്നത് വരെ എടുത്തിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലും വേറെ പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞേക്കാണ് ഇതോളോളെ കാമുകന് മറ്റേ വീഡിയോ എടുത്തിട്ട് വിട്ടുകൊടുത്തതാന്ന്. ഒന്ന് ആലോചിച്ചോക്കെ ആ പെണ്ണിന്റെ ഗതികേട്. ഇവൻ ജയിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും സ്വന്തം ഉമ്മാനെ വരെ ഭംഗം ചെയ്യും. അതേ ക്വാളിറ്റി തന്നെയാണ് ഈ സാജിദാക്കും. ഞാനും സാജിദ് തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? ഓളോളമ്മയുടെ ഉടുതുണിയില്ലാത്ത വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്തു. അതിലാണ് ഇവൻ വന്നിട്ട് അതിലിടപെട്ടത്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഞാൻ നുണയൊന്നും പറയണില്ലല്ലോ. ഇതൊക്കെ എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കും ഇന്നെ അറിയുന്നവർക്കും നല്ല പോലെ അറിയാം. അതിനിപ്പോ ഇനി എന്ത് കഥ ഉണ്ടാക്കിയിട്ടും ഷെരീഫിനുണ്ടല്ലോ ഈ രോമത്തിന്റെ വിലയും കൂടി ഇല്ല. പിന്നെ അനക്ക് ആകെയുള്ള ഒരു ധൈര്യം ഇജ്ജ് അവിടെയാണ് എന്നുള്ളതാണ്. ഇജ്ജ് വിചാരിക്കണ ഇജ്ജ് ഇവിടെ എത്തൂല എന്നുള്ളതുമാണ്. ഞമ്മക്കൊന്ന് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എന്നെ കുറിച്ച് അറിഞ്ഞിടത്തോളം ഇജ്ജ് അടീനെ എഴുതി കാണിച്ചാൽ ഓടുന്ന ആളാന്നാ കേട്ടിക്കണത്, മനസ്സിലായോ?
അന്നെ നമ്പിയിട്ടാണ് ഈ വേശി ഇക്കണ്ട ഗാനമേളൊക്കെ ഇവിടെ നടത്തുന്നത്. ജൈന ഇവിടെ ഇട്ട് പോകരുത്. സൂപ്പർ മാർക്കറ്റിലെ ബില്ല് ഒഴിവാക്കിയിട്ട് ഒരു വിസ അയച്ചു കൊടുക്കുക. അതിന് വിസ അയച്ചു കൊടുക്കാനിപ്പോ അതിന് ഇജ്ജവിടെ നിൽക്കണ്ടേ അല്ലേ? ഇജ്ജിപ്പം ഇങ്ങോട്ട് പോരും. പിന്നെ ഇവളെന്താ ചെയ്യാ? ഇവള് പഴയമായി തന്നെ ഏതെങ്കിലും പെൻഷൻ തെറ്റിയ കളവാനെയും കിട്ടുമെന്ന് നോക്കി നടക്കും. 5 മക്കളാണ്, എന്റെ മാപ്പിള മരിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട്. അപ്പോ ഈ ക്യാമറ ഓണാക്കിയിട്ട് തന്തക്കും തള്ളക്കും പെങ്ങക്കും മറ്റേ കുടുംബങ്ങളിലും ഫാമിലി ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് സ്വയം എന്തൊക്കെയാണെന്ന് വിചാരിക്കുന്നതല്ല ആണത്തം. മനസ്സിലായോ? ആണുങ്ങളെ പോലെ നേരിട്ട് മുട്ടാമ്പോ അതിന് ഇജ്ജുണ്ടായിക്കണു വെച്ചെങ്കിൽ അതൊന്ന് കാണ. ഞാൻ ഇജ്ജിന്നോടൊരു വാക്ക് പറഞ്ഞില്ലേ, ഇവിടെ സ്പോട്ടിൽ ഷെരീഫ് നാട്ടിലെത്തിയില്ലേ? അങ്ങനെ എന്തായാലും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അല്ലെ? അന്നെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. ആ വഴി എപ്പ ഞാൻ നോക്കണത് അത് ഏറെക്കുറെ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ ഏറെക്കുറെ എനിക്ക് പിടുത്തം കിട്ടും. ഇജ്ജ് വെയിറ്റ് ചെയ്യേ. പിന്നെ ഉള്ളത് ഈ വേശ്യ. ഈ വേശ്യയുടെ കാര്യം ഇജ്ജ് വളരെ മോശമായിരിക്കും. അതും ഉടനെ കാണാം. ഇവളില്ലേ ഇതുവരെ കണ്ട ഷെരീഫിനെ ആവൂല ഇഞ്ഞി കാണുന്നത്. ഇനി ഓൾക്ക് താങ്ങാൻ കഴിയാത്ത ഷെരീഫിനെക്കാരം ഓളിഞ്ഞി കാണുക. ഇൻഷാ അല്ലാഹ് ഞാൻ എങ്ങനെ അറിയോ, ഇഞ്ചായിട്ടേ ഞാൻ കൊടുക്കുള്ളൂ, ഒറ്റടിക്ക് ഞാൻ കൊടുക്കൂല. പക്ഷെ ഫാത്തി എൻ്റെ കാര്യത്തിൽ അങ്ങനെ കേട്ടോ, അന്നെ ഞാൻ ഒറ്റടിക്ക് തന്നെ സൈസാക്കും. കാരണം ഞാൻ ആകെ ഫാസിലിനോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞേക്കണ എന്താ അറിയോ, ഓനിവിടെ കാല് കുത്തിയ ആ സെക്കൻഡ് ഞാൻ ഓനെ തൂക്കുന്ന പറഞ്ഞേക്കണത്. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ നട്ടല്ലുള്ള ഒരാണാണെങ്കിൽ ഒന്ന് കുത്തിയൊക്കെ. ഇതിലേറെ എങ്ങനെയാടാ ഞാൻ എന്നെ വെല്ലുവിളിക്കുക? ഇജ്ജ് കാണിക്കണ പട്ടി ഷോ മാത്രം കണ്ടിട്ടാണ് ഇജ്ജ് എന്തൊക്കെയാണെന്ന് ഇജ്ജന്നെ എന്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടുന്നത്. പക്ഷെ ഇജ്ജിന്റെ ഇൻസ്റ്റഗ്രാമത്തെ ബയോ ഉള്ളതൊക്കെ ഇങ്ങനെ വായിച്ചിരുന്നല്ലോ. അപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ? ഇന്ന് വെറും ഓട്ടത്തിലിരുന്നു. ഞാൻ എന്തായാലും പോയിട്ടേ കുറച്ചു നേരം കടക്കട്ടെ. അവന്റെ അളിയനോടും പിന്നെ ഫാസിലിനോടും ഞങ്ങളൊക്കെ പാടെ ഒരു സംസാരം ഉണ്ടായി. ആ സംസാരം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഏട്ടായിക്ക് തീട്ടായിക്ക് ഷെരീഫ് കാണിച്ചു തരും, അറിയിച്ചു തരും. ഡോണ്ട് വെറിയടാ. അല്ല ഫാത്തിയ, ഇതിലെന്താ എല്ലാവർക്കും സുഖല്ലേ? ഓന് അയ്യോ വമ്പ കോമഡി ആട്ടോ ഈ ചെങ്ങായി. തീട്ടം തിന്നണ ബുദ്ധില്ല. ഒരാണൊക്കെ വിളിച്ചിറങ്ങുമ്പോ അതാണുങ്ങളെപ്പോലെ ഇറങ്ങടാ. അതാണ് ആണത്തം. അല്ലാതെ കാറ് ഡെലിവറി